പിന്നെ ഇതില് വേറെ ചർച്ച ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാല് ചില റൊണാൾഡോ ഫാൻസ് പറയണ കേട്ട് ഇതോട് കൂടിയിട്ട് ഗോട്ട് ഡിബേറ്റ് കഴിഞ്ഞ്, അതായത് എന്താണ് പറയാ, ഈ ഒരു ഇന്റർ മിയാമി അൽ നാസർ മാച്ചോട് കൂടിയിട്ട് ഗോട്ടിങ് ആരാന്നുള്ളൊരു ഡിബേറ്റ് പോലും അവസാനിച്ചുന്ന രീതിയിൽ കുറെ ആൾക്കാർ സംസാരിക്കുന്നത് കേട്ട്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അങ്ങനെ ഗോട്ടിന്റെ ഡിബേറ്റ് അവസാനിച്ചു ശരിക്കും പറഞ്ഞാല്? അതിപ്പോ ഗോഡ് ഡിബേറ്റ് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുമോ? ആ വഴിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരും, റൊണാൾഡോ ഇഞ്ചുറി ആയിട്ട് ഓൾറെഡി ഇറങ്ങിയിട്ടില്ല. പിന്നെ മെസ്സി ആണെങ്കിൽ ലാസ്റ്റ് 8-10 മിനിറ്റ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോ ഗോഡ് ഡിബേറ്റിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോ ചിലർ മെസ്സിനെ പ്രിഫർ ചെയ്യും, ചിലർക്ക് റൊണാൾഡോനെ പ്രിഫർ ചെയ്യും. നമുക്ക് അതിലൊന്നും ഒരാളെ പേഴ്സണൽ ചോയ്സിനെ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഗോഡ് ഡിബേറ്റ് അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ റൊണാൾഡോ ഈ കഴിഞ്ഞ വർഷം ഫുൾ ടോപ്പ് സ്കോറർ ആയിരുന്നു. അപ്പോഴത്തെ മെസ്സി വേൾഡ് കപ്പ് എടുത്തു. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവർ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗോഡ് ഡിബേറ്റ് അവസാനിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ, അങ്ങനെയല്ലേ? അതെ, ഗോട്ട് ഡിബേറ്റ് അത് ശരിക്കും പറഞ്ഞാൽ റൊണാൾഡോ ഫാൻസ് ആരെങ്കിലും ക്ലെയിം ചെയ്യണ പോലും ഇല്ല. ഇപ്പൊ എന്താ പറയാ, നമ്മുടെ കൂട്ടത്തിലുള്ള റൊണാൾഡോ ഫാൻസും അല്ലെങ്കിൽ മിക്ക റൊണാൾഡോ ഫാൻസ് അങ്ങനെ ഒരു സംഭവം ആലോചിച്ചിട്ട് പോലും ഇല്ല. അത് ചില കണ്ണാപ്പി റൊണാൾഡോ ഫാൻസ് അങ്ങനെ പറഞ്ഞെങ്കിലായി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോ മെയിൻ സ്ട്രീമിലുള്ള ഒരു റൊണാൾഡോ ഫാൻസും ഈ ഒരു കളി, റൊണാൾഡോ ഇറങ്ങാത്തൊരു കളി, റൊണാൾഡോ വേഴ്സസ് മെസ്സി ഡിബേറ്റ് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു ക്ലെയിം എടുത്തിട്ടാണ് ഇവർ ട്രോളിന്ന് ആലോചിക്കുമ്പോഴാണ്. അതായത് ഇതിപ്പോ കുറെ ആൾക്കാർ ട്രോൾ പേജസ് ഒക്കെ ഇത് വലിയ സംഭവമാക്കി എടുത്തിട്ടുണ്ട്. ഈ റൊണാൾഡോ ഗോഡ് ഡിബേറ്റ് അവസാനിപ്പിച്ചു, ബെഞ്ച് ഗാലറി ഇരുന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ട്രോളിനെ കണ്ട്. ശരിക്കും പറഞ്ഞാൽ റൊണാൾഡോ അല്ലെങ്കിൽ റൊണാൾഡോ ഫാൻസ് അങ്ങനെ ഒരു സംഭവം ക്ലെയിം ചെയ്യണ പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് അത് ട്രോളാളൊരു വക വെക്കണത്? ശരിക്കും പറഞ്ഞാൽ ഇവരെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ട്രോൾ എന്ന രീതിയിൽ ട്രോൾ എന്നല്ലാണ്ട് അതിൽ വേറെ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ മെസ്സിക്ക് ഇപ്പൊ എന്താ, മെസ്സി ഫാൻസിന് ഇപ്പൊ എന്താണ്, ഇവർ തോറ്റി, ആ തോറ്റേനെ ട്രോളിനായിട്ട് കൂടുതൽ എന്താ വന്നത്? മെസ്സി തോറ്റ് 6-0 തോറ്റതിനായിട്ടും കൂടുതൽ ട്രോൾ എന്തിനാ വന്നത്? റൊണാൾഡോന്റെ മെസ്സിയുടെ ഡിബേറ്റ് അവസാനിച്ചെന്ന് കുറെ റൊണാൾഡോ ഫാൻസ് ഇല്ലാത്ത, അങ്ങനെ ഒരു ക്ലെയിം പോലും ഇല്ല, അങ്ങനത്തെ ഒരു ഇല്ലാത്തൊരു ക്ലെയിം ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഒരു ക്ലെയിമിനെയാണ് ഇവർ ട്രോളിക്കൊണ്ടിരിക്കുന്നത്.